നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ധീര ദേശാഭിമാനിയായ മുഹമ്മദ് അദ്രഹിമാൻ സാഹിബിൻ്റെ ഐതിഹാസികമായ ജീവിതത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇന്ന് ആ മരണത്തിലെ ദുരൂഹതകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. മുഹമ്മദ് അദ്രഹിമാൻ സാഹിബ് മരിച്ചതല്ല, അദ്ദേഹത്തെ ആസൂത്രിതമായി വധിച്ചതാണെന്നൊരു സംശയം അന്നും ഇന്നും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാം ഹൃദയത്തിലുണ്ട്. പക്ഷെ അത് തെളിയിക്കാൻ അവർക്ക് ഇന്നോളം കഴിഞ്ഞിട്ടുമില്ല. അദ്രഹിമാൻ സാഹിബിൻ്റെ ആദർശ പുരുഷൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനയുടെ കേരളത്തിലെ നേതാവായിരുന്നു അദ്രഹിമാൻ സാഹിബ്. തൻ്റെ മനസ്സിലെ വിമോചനത്തിൻ്റെ പ്രതിനിധിയായ നേതാജി മരിച്ച വിവരം 1945 ഓഗസ്റ്റിലാണ് അദ്രഹിമാൻ സാഹിബ് അറിയുന്നത്. നേതാജി മരിച്ചതോ കൊന്നതോ ആർക്കും ഇതുവരെ ഉത്തരമില്ല. ദുരൂഹതകൾ ഏറെ ബാക്കി വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു മുഹമ്മദ് അദ്രഹിമാൻ സാഹിബിൻ്റെ മരണവും. അദ്ദേഹവും മരിച്ചതോ കൊന്നതോ വ്യക്തമായൊരു ഉത്തരം ആർക്കുമില്ല. പക്ഷേ മരിച്ചതാണെന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് പലർക്കും ആശ്വാസകരം എന്നുള്ളതുകൊണ്ട് അതങ്ങനെ തന്നെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അന്നത്തെ സാഹചര്യത്തെ ഒരു അന്വേഷകന്റെ വീക്ഷണത്തോടെ നോക്കുന്ന ഒരാൾക്കും അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറയാനാവില്ല. ഇന്ന് മുഹമ്മദ് അദ്രഹിമാൻ സാഹിബിനെ നെഞ്ചേറ്റുന്ന പലരും അന്ന് അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തായിരുന്നു എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതൊരു സ്വാഭാവിക മരണം തന്നെ ആയിരിക്കാം. എങ്കിലും അതുയർത്തുന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. അത് ന്യായവുമാണ്. സുഭാഷ് ചന്ദ്രബോസ് മരിച്ച വാർത്ത കേൾക്കുമ്പോൾ അദ്രഹിമാൻ സാഹിബ് ജയിലിലായിരുന്നു. ഈ വാർത്ത അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. പിന്നീട് 97 ദിവസം മാത്രമാണ് അദ്രഹിമാൻ സാഹിബ് ജീവിച്ചത്. ആ 97 ദിവസവും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. വേദനയിൽ കണ്ണീരണിയുന്നവനായിരുന്നില്ല അദ്രഹിമാൻ. ജയിൽ മോചിതനായ അദ്രഹിമാൻ സാഹിബ് കോഴിക്കോട്ട് തിരിച്ചെത്തി പല ഇടങ്ങളിലായി പ്രസംഗിച്ചു. അതിലേറെയും ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടിയായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് അദ്ദേഹം തൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഉപദേശിച്ചു. നമ്മൾ ഒറ്റക്കെട്ടോടെ നിന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ കീഴടക്കാനാവില്ല. അത് കണ്ടെത്തി തന്നെയാണ് മതതാൽപര്യങ്ങൾ കൂടിയുള്ള ബ്രിട്ടീഷുകാർ ആസൂത്രിതമായി നമ്മിൽ ഭിന്നിപ്പ് വളർത്തുന്നതെന്നും അതിന് ഇരകളാകരുതെന്നും അദ്ദേഹം തൻ്റെ ഓരോ പ്രസംഗത്തിലും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഉപദേശത്തിന് ഇന്നും പ്രസക്തി ഉണ്ടെന്ന് ഈ നാട്ടിലെ ഓരോ ഹിന്ദുവും മുസൽമാനും ഓർമ്മിക്കുന്നത് നന്ന്. പരസ്പരം പോരടിപ്പിച്ച് മണം പിടിച്ചിരിക്കുന്ന ചെന്നായ്ക്കൾ മറുവശത്തുണ്ടെന്നും ഓർമ്മിക്കുന്നത് നന്ന്. അദ്രഹിമാൻ സാഹിബിൻ്റെ നിലപാടിനോട് പലർക്കും എതിർപ്പുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള അദ്രഹിമാൻ സാഹിബിൻ്റെ പരിശ്രമങ്ങൾ സവർണ ഹൈന്ദവ വിഭാഗത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. 1931 കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് മറനീക്കി പുറത്തു വന്നു. 32 സീറ്റിൽ 16 കോൺഗ്രസിന് മാത്രമായി ലഭിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്ന അദ്രഹിമാൻ സാഹിബിനെ സവർണ ലോബി അവഗണിക്കുകയായിരുന്നു. ചാലപ്പുറം ഗ്യാങ് എന്നറിയപ്പെടുന്ന സവർണ ലോബി അദ്ദേഹത്തെ ഏതു വിധേനയും നശിപ്പിക്കണം എന്നാഗ്രഹിച്ചു. എങ്കിലും കോൺഗ്രസിലെ ഭൂരിഭാഗവും ഇത് തിരിച്ചറിഞ്ഞ് അദ്രഹിമാൻ സാഹിബിന്റെ കൂടെ നിന്നു. അങ്ങനെയാണ് 1938 1940 KPCC പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് KPCC ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന EMSനെയായിരുന്നു. ഇത് കോൺഗ്രസിലെ സവർണ ലോബിക്ക് സഹിക്കാനായില്ല. ഈ അവസരത്തിലാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. വെല്ലൂർ ജയിലിൽ നിന്ന് മോചിതനായ മുഹമ്മദ് അദ്രഹിമാൻ കൂടുതൽ ആവേശത്തോടെ തൻ്റെ ആദർശങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി. അദ്രഹിമാൻ സാഹിബിൻ്റെ പ്രസംഗം അവരെ ചൊടിപ്പിച്ചു. ബ്രിട്ടീഷുകാർ ആസൂത്രിതമായി മലബാറിലെ സവർണ ലോബികൾക്കിടയിൽ അങ്ങനെ ഒരു വികാരം വളർത്തി എടുക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇയാളെ ഇങ്ങനെ വിട്ടാൽ കോൺഗ്രസ് ഇയാളുടെ കാൽക്കീഴിൽ വരുമെന്ന് അവർ അടക്കം പറയാൻ തുടങ്ങി. എങ്ങനെയും അദ്രഹിമാൻ സാഹിബിനെ ഒതുക്കണമെന്നത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അതിന് ബ്രിട്ടീഷുകാരുടെ രഹസ്യമായ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഒരിക്കലും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയം ഏറ്റവും കൂടുതൽ നീളുന്നത് മുസ്ലിങ്ങളിൽ തന്നെയുള്ള യാഥാസ്ഥിതികരിലേക്കാണ്. ഇക്കാലത്ത് മുസ്ലിം ലീഗ് മലബാറിൽ വേരോടി തുടങ്ങുന്ന കാലമായിരുന്നു.
അദ്രൈമാൻ സാഹിബ് ജീവിച്ചിരുന്നാൽ മലബാറിൽ കോൺഗ്രസിലേക്കുള്ള മുസ്ലിം യുവാക്കളുടെ ഒഴുക്ക് കൂടുമെന്നും അത് തങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയെ ബാധിക്കുമെന്നും ലീഗുകാർ മനസ്സിലാക്കിയിരുന്നു. അവർ അദ്ദേഹത്തെ എതിർത്തു. ഈ കാലത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം മുന്നോട്ട് വയ്ക്കുന്നത്. കിട്ടണം നമ്മൾക്ക് പാകിസ്ഥാൻ, അത് കിട്ടാതെ പോയാൽ ഖബറിസ്ഥാൻ എന്നതായിരുന്നു അക്കാലത്ത് മുസ്ലിം ലീഗുകാരുടെ മുദ്രാവാക്യം. ഇതിനെ അദ്രൈമാൻ സാഹിബ് നഖശിഖാന്തം എതിർത്തു. അതോടെ അവർ അദ്ദേഹത്തെ പരസ്യമായി എതിർക്കാൻ തുടങ്ങി. അക്കാലത്ത് മാപ്പിളമാർ തികച്ചും യാഥാസ്ഥിതികരായിരുന്നു. മുസ്ലിം പെൺകുട്ടികൾ മതവിദ്യാഭ്യാസമല്ലാതെ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിനെ അവർ നഖശിഖാന്തം എതിർത്തു. മുസ്ലിം പെൺകുട്ടികൾ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയങ്ങളിൽ മാത്രമല്ല മതവിദ്യാഭ്യാസം കൊടുക്കുന്ന മദ്രസകളിലും പോകാൻ പാടില്ലെന്നായിരുന്നു അവരുടെ നിലപാട്. സ്ത്രീകളെ അബലകളും ചബലകളും തങ്ങളുടെ ആജ്ഞാനുവർത്തികളും വെറും പർദ്ദയ്ക്കുള്ളിൽ കഴിയുന്ന പാവകളുമാക്കാനായിരുന്നു അവരുടെ ശ്രമം. ഇതിനെ അദ്രൈമാൻ സാഹിബ് എതിർത്തു. യാഥാസ്ഥിതിക മുസ്ലിങ്ങളുടെ പല അന്ധവിശ്വാസങ്ങളെയും പരസ്യമായി അദ്ദേഹം അവഹേളിച്ചു. ഇതവരെ ഏറെ ക്ഷുഭിതരാക്കി. അദ്രൈമാൻ സാഹിബ് ഇനിയും ഈ പ്രസംഗം തുറന്നാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് അവർ ഭയപ്പെട്ടു. പക്ഷെ അദ്രൈമാൻ സാഹിബ് തന്റെ പ്രസംഗവും പ്രവർത്തനവും തുറന്നുകൊണ്ടേയിരുന്നു. ഇനിയും ഇത് ആവർത്തിച്ചാൽ അദ്രൈമാന്റെ തലയെടുക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നിട്ടും ബ്രിട്ടീഷുകാരുടെ പോലീസ് അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ നിരന്തരം അദ്ദേഹത്തിന് ഭീഷണി കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. അതിനെല്ലാം അദ്രൈമാൻ സാഹിബ് പുച്ഛിച്ചു തള്ളുകയായിരുന്നു. അതോടെ പരസ്യമായി തന്നെയുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു. തലശ്ശേരിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് നേരെ അവർ കല്ലെറിഞ്ഞു. എന്നിട്ടും പ്രസംഗം തുടർന്നു. അദ്രൈമാൻ സാഹിബിന് നേരെ പിന്നെ അവർ അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് കത്തിയെറിയുകയാണ് ചെയ്തത്. കഷ്ടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോഴും ധീരതയോടെ അദ്ദേഹം പറഞ്ഞു, ഭീരുത്വം എന്നെ തീണ്ടിയിട്ടില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ ഭയപ്പെടാത്ത എന്നെയാണോ നിങ്ങൾ പേടിപ്പിച്ച് പിന്മാറ്റാൻ ശ്രമിക്കുന്നത്? അത് നടപ്പുള്ള കാര്യമല്ല. സർവശക്തനായ ദൈവത്തെയല്ലാതെ മറ്റാരെയും ഞാൻ ഭയപ്പെടുകയില്ല. കോഴിക്കോട് മാങ്കാവിൽ നടന്ന പൊതുയോഗത്തിലേക്ക് യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ മാർച്ച് ചെയ്തു. ഇവിടെ പ്രസംഗിച്ചാൽ തലയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു, എന്റെ തല ഇവർ വിചാരിച്ചാൽ എടുക്കാൻ കഴിയില്ല. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ എന്റെ തലയെടുക്കാൻ കഴിയൂ. സർവശക്തനായ അള്ളാഹു എന്റെ തലയെടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കോ അശക്തരായി ഇവിടെ കൂടി എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ തല ഉടലിൽ വച്ചേക്കാൻ കഴിയുകയുമില്ല. എന്നാൽ ആ പടച്ചോൻ നിന്റെ തലയെടുക്കാൻ വിധിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അവർ തീരുമാനിച്ചുറച്ചു. അടുത്ത ദിവസം 1945 നവംബർ 23 മുക്കത്തിനടുത്ത് കൊടിയത്തൂരിൽ മുഹമ്മദ് അദ്രൈമാൻ സാഹിബ് പ്രസംഗിക്കാൻ പോകുന്നത്. കോഴിക്കോട്ട് നിന്ന് കാറിൽ മുക്കത്തേക്ക് പുറപ്പെട്ടു. നാലകത്ത് കുഞ്ഞിത്തറി ഹാജി, PK മമ്മു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മുക്കത്ത് നിന്ന് കൊടിയത്തൂരിലേക്ക് അന്ന് പാലമില്ല. മണാശ്ശേരിയിൽ കാറ് നിർത്തി തോണി കയറിയാണ് കൊടിയത്തൂരിലെത്തിയത്. വൻ ജനാവലിയാണ് പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയത്. അവിടെ അദ്രൈമാൻ സാഹിബ് 2 മണിക്കൂർ നേരം പ്രസംഗിച്ചു. അദ്രൈമാൻ അവരെ നോക്കി പറഞ്ഞു, നിങ്ങളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പലരുമുണ്ടാകും. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നില്ല. ദൈവവചനമായ ഖുർആനും നബിവചനവും മാത്രം നോക്കി നടക്കുക. അയൽവാസികളായ ഹിന്ദുക്കളോട് ഒരിക്കലും നിങ്ങൾ ശത്രുതയിൽ വർത്തിക്കരുത്. അത് നമുക്ക് ദോഷമേ ചെയ്യൂ. കൊടിയത്തൂർ മുസ്ലിം ലീഗിനും യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്കും ഒരുപോലെ സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷേ അന്ന് കാര്യമായ എതിർപ്പൊന്നും ആരും പ്രകടിപ്പിച്ചില്ല. അദ്രൈമാന്റെ അന്ത്യപ്രസംഗമായിരിക്കും അതെന്ന് ഒരു പക്ഷേ അവർ മനസ്സിൽ ഉറച്ചിരിക്കണം, അറിയില്ല. പ്രസംഗം കഴിഞ്ഞ് കുട്ടിയസ്സൻ അധികാരിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് അദ്ദേഹം ചേന്നമംഗലൂരിലെത്തി. അവിടെ AM അബ്ദുസലാമിന്റെ വീട്ടിൽ നിന്നും അത്താഴം കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അദ്ദേഹം മണാശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. കാലിടറി നിലത്ത് വീണു. പിന്നെ കൂടെയുള്ളവർ ഒരു ബെഞ്ചിൽ കിടത്തിയാണ് അദ്ദേഹത്തെ മണാശ്ശേരിയിലെത്തിച്ചത്. അവിടെ നിന്ന് കാറിൽ കോഴിക്കോട്ടേക്ക് എത്തും മുമ്പേ അദ്രൈമാൻ സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. കുട്ടിയസ്സൻ അധികാരിയുടെ വീട്ടിൽ നിന്നോ AM അബ്ദുസലാമിന്റെ വീട്ടിൽ നിന്നോ കഴിച്ച ഏതോ ഒരു ഭക്ഷണത്തിൽ വിഷം കലർന്നിരിക്കാം.
അതാണ് മരണകാരണമെന്ന് അന്നും ഇന്നും പലരും വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അതൊരു തോന്നൽ മാത്രമായിരിക്കാം. പക്ഷേ ആ തോന്നലിനും കുറച്ച് ന്യായമില്ലെന്ന് പറയാനാവില്ല. അബ്ദുറഹിമാൻ സാഹിബിനെ ശരിക്കും അറിയുന്ന വ്യക്തിയാണ് NP മുഹമ്മദ്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് NP അബു സാഹിബ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അടുത്ത കൂട്ടാളിയായിരുന്നു. NP മുഹമ്മദ് എഴുതിയ മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ എന്ന ഗ്രന്ഥത്തിലും അബ്ദുറഹിമാന് വിഷം നൽകിയതായി പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് കുടിച്ചിരുന്നില്ല എന്നുകൂടി അവതരിപ്പിച്ചാണ് കഥ അവസാനിപ്പിക്കുന്നത്. NP മുഹമ്മദ് ഈ ഗ്രന്ഥം പൂർണ്ണമായി എഴുതിയെങ്കിലും മരണം വരെ അത് പ്രസിദ്ധീകരിക്കാൻ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല. അബ്ദുറഹിമാൻ സാഹിബിനോട് തൻ്റെ കഥയ്ക്ക് പൂർണ്ണമായും നീതി പുലർത്താനാവില്ല എന്നൊരു തോന്നലായിരിക്കാം ഒരുപക്ഷെ അതിന് കാരണം. എന്ന് മാത്രമല്ല, സാഹിബ് വിഷം കുടിച്ചില്ല എന്ന ഭാഗം പിന്നീട് കൂട്ടിച്ചേർത്താണെന്നും അടക്കം പറയുന്ന NPയെ നേരിട്ടറിയുന്ന ചില കോഴിക്കോട്ടുകാരെ എനിക്കറിയാം. എന്തോ അറിയില്ല, ഒന്നുറപ്പിച്ച് പറയാം, പലർക്കും പലതും അറിയാമായിരുന്നു. പക്ഷേ അതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു. ആ സത്യം ഇന്നും ആർക്കും തുറക്കാനാവാത്ത വിധം ഇരുമ്പു മറയ്ക്കുള്ളിൽ ദുരൂഹമായി തുടരുകയാണ്. ഇവിടെ ഇതാ ഈ കണ്ണൻ പറമ്പിലെ 6 അടി മണ്ണിലുറങ്ങുന്ന ആ തീരദേശാഭിമാനിക്കൊരു പക്ഷേ അറിയാമായിരിക്കും. പക്ഷേ ഇവിടം നിശബ്ദമാണ്. നാളെയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ആത്മാക്കളുടെ നിശബ്ദമായ അന്തിയുറക്കം.